ഹായ് ഫ്രണ്ട്സ്, ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ടോട്ടി ബാഗ് ഡിസൈൻസ് നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പൊ ഇന്ന് ബ്ലാക്കിൽ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ആണ് ഇത് വന്നിരിക്കുന്നത്. റോസ് ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. റാണി പിങ്കില് ഒരു ബ്ലൂ കളർ ബോർഡർ അതിന് പോകുന്നുണ്ട്. പ്ലസ് നമ്മളൊരു യെല്ലോ ഫ്ലവറും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് റിച്ച് ഡിസൈൻ ആണ്. ഓൾറെഡി നമ്മൾ ഷോർട്സ് ഇട്ടായിരുന്നു. ഇതിന്റെ സ്റ്റോക്ക് വളരെ പരിമിതമായി ചെയ്യുന്നുള്ളൂ. കാരണം ഇതിന്റെ ഡിസൈൻസ് അത്രയും സമയം എടുത്തു വരുന്ന ഡിസൈനാണ്. ഓക്കെ, വളരെ എലഗൻ ലുക്ക് നൽകുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ്. ബ്ലാക്കിലാണ് നമുക്ക് വന്നേക്കുന്നത്. ഇനി നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്ലാക്കിൽ തന്നെയാണ്. ഒരു സ്റ്റാർ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത്. ഒരു ഫ്ലവേഴ്സ് ആണ് നമുക്ക് ഇതിൽ വന്നേക്കുന്നത്. ഇതും ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത്. സിയാൻ കളറ് ലീഫും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റോസ് കളർ, ലൈറ്റ് റോസ് കളറാണ്, ബേബി പിങ്ക് നമുക്ക് പറയാം. അപ്പൊ ആ ഒരു കളറാണ് നമുക്ക് ഫ്ലവേഴ്സ് വന്നേക്കുന്നത്. അടുത്ത് വന്നേക്കുന്നതും ഒരു ബെഞ്ചാണ്. അതില് മൾട്ടി കളർ ആയിട്ടാണ് ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത്. ഇതിന് ടോട്ടേ ബാഗിന്റെ ബേസ് കളർ വന്നേക്കുന്നത് ബ്രൗൺ കളറിലാണ്. ഡാർക്ക് ബ്രൗൺ കളർ, ചോക്ലേറ്റ് കളർ നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ മെറ്റീരിയലും വളരെ ഭംഗിയുള്ള ഒരു ബാഗ് ഡിസൈൻ ആണ്. അടുത്ത് വന്നേക്കുന്നത് ബ്ലാക്കിലാണ്. കുറച്ച് ഒരു ചെറിയൊരു ഫ്ലോറലാണ് അതിൽ വന്നേക്കുന്നത്. എങ്കിലും കുറച്ച് തിക്കായിട്ടല്ല, കുറച്ച് അകന്ന ഒരു ഡിസൈനോട് കൂടിയാണ് വന്നേക്കുന്നത്. ഇതും ബ്ലാക്കിലാണ് വന്നേക്കുന്നത്. അടുത്ത് വന്നേക്കുന്നത് ഡാർക്ക് ഗ്രേ ടോണിലാണ്. അത് പ്ലസ് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു കളറിനോട് ചേരുന്ന ഒരു ടോണിലുള്ള ഒരു ബഞ്ച് ഫ്ലവർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു മൾട്ടി കളറാണ്. മൾട്ടി കളർ ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ ഒരു ഫ്ലവർ ആണ് ഇങ്ങനെ പോയിരിക്കുന്നത്. ബട്ടർഫ്ലൈസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു മൾട്ടി കളർ എംബ്രോയിഡറി ആണ്. സിമ്പിൾ ആണ് കേട്ടോ ഈ എംബ്രോയിഡറി. അടുത്ത വന്നേക്കുന്നത് ഒരു ബഞ്ച് ഫ്ലവർ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു വാൾപേപ്പർ ഒക്കെ പോലെ അങ്ങനെ വന്നേക്കുന്നത് ആണ്. സെന്ററിലാണ് വന്നേക്കുന്നത്. ഫുൾ പോർഷൻ ആയിട്ട് ആ എംബ്രോയിഡറി പോകുന്നുണ്ട്. റാണി പിങ്ക് അല്ല, റെഡ് കളറാണ് വന്നിരിക്കുന്നത്. ഉള്ളിൽ ഒരു ചെറിയ ബ്ലൂ കളർ ബൂട്ടയുണ്ട്. പിന്നെ ലീഫും അതുപോലെ സ്റ്റെമ്മും ഒക്കെ ഉണ്ട്. ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് മിലിറ്ററി ഗ്രീൻ കളറിലാണ്. മിലിറ്ററി ഗ്രീൻ കളറിൽ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ആണ്. ഒരു 3 ബഞ്ചസ് വരുന്നുണ്ട്. കാരണം സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മളത് ഒരു ഓവറോൾ കവർ ചെയ്യത്തക്ക രീതിയിലാണ് ചെയ്തിരുന്നത്. മിലിറ്ററി ഗ്രീൻ കളറാണ് ബാഗ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ടോട്ടേ ബാഗിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഡാർക്ക് പർപ്പിൾ ആണ് വന്നിരിക്കുന്നത്. അത് ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക്, അങ്ങനെ 2 സൈഡിലേക്കുമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂവിലാണ്. നേവി ബ്ലൂവില് ഒരു റോസ് ബഞ്ചാണ് ചെയ്തേക്കുന്നത്. അതിൽ രണ്ട് ബട്ടർഫ്ലൈസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ ഇടുന്ന ജീൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ലേ ഒരു ഡെനിം ജീൻസ് ബ്ലൂ കളർ. ആ ബ്ലൂ കളറിൽ വരുന്ന ഒരു ടോട്ടേ ബാഗ് ആണ്. അതിന്റെ 2 എംബ്രോയിഡറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 2 തണ്ടായിട്ട് എംബ്രോയിഡറി നമ്മൾ ചെയ്തിട്ടുണ്ട്. മൾട്ടി കളറിലാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നതും ഗ്രേ കളറിലാണ്. ഡാർക്ക് ഗ്രേ ആണ് ബോഡി പോർഷൻ പോയേക്കുന്നത്. അതിലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മളുടെ ഡെനിം ബ്ലൂ ജീൻസ് കളറിലാണ്. അതിൽ ഒരു ബഞ്ച് റോസ് ഫ്ലവേഴ്സ് ആണ് വന്നേക്കുന്നത്. റെഡ് കളറിലാണ് റോസ് ഫ്ലവർ വന്നേക്കുന്നത്. സിയാൻ കളറിൽ നമുക്ക് ലീഫ് അത് ആഡ് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് ആണ് ലീഫ് പോകുന്നത്. 6 ഡിസൈൻ ആണ് ഫ്ലോറൽ വരുന്നത്. എങ്കിലും വളരെ എലഗൻ ലുക്ക് നൽകുന്ന ഒരു വലിയ ഫ്ലോറൽ എംബ്രോയിഡറി ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്ലാക്കിലാണ്. സിമ്പിൾ ഒരു എംബ്രോയിഡറി ആണിത്. നമ്മളൊരു വരയ്ക്കുന്ന പോലെ സിംഗിൾ സ്റ്റിച്ചിലാണ് പോയിരിക്കുന്നത്. എങ്കിലും വളരെ സിമ്പിൾ ആൻഡ് എലഗൻ ലുക്ക് നൽകുന്ന ഒരു എംബ്രോയിഡറി ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ടോട്ടേ ബാഗിന്റെ ഡിഫറെന്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു അവയർനെസ് പറഞ്ഞുകൊണ്ട്, എത്ര കോളം ഉണ്ട്, എത്ര കള്ളിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ എങ്കിലും പുതിയ വീഡിയോസ് ആകുമ്പോൾ ആൾക്കാർ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് ജീൻസ് മെറ്റീരിയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിന് എല്ലാം ഡബിൾ ട്രിപ്പിൾ സ്റ്റിച്ച് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അടിവശം റൗണ്ട് ആയിട്ടാണ് നമ്മൾ അടിച്ചേക്കുന്നത്. അതായത് ബേസ് വരാൻ വേണ്ടിയിട്ട് പോളിഫോം ഷീറ്റ് വെച്ചിട്ട് അടിവശം റൗണ്ട് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഖാദിയുടെ സ്ട്രാപ്പ് ആണ്. സ്ട്രാപ്പ് ഖാദിയുടെ ആയുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ചെയ്യുന്ന പെട്ടെന്ന് തെന്നി പോരത്തില്ല.
അതുപോലെ തന്നെ വെയിറ്റ് ലെസ് ആണെങ്കിലും വെയിറ്റ് കുറവാണെങ്കിലും നമുക്ക് ബാഗ് ഷോൾഡറിൽ നിന്ന് തെന്നി മാറാതെ നിൽക്കും. അതാണ് അതിന്റെ പ്രത്യേകത. വെയിറ്റ് നല്ലോണം കൊള്ളുന്ന ഒരു ബാഗാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ ഒരു വലിയ കള്ളി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള കള്ളിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ ഡബിൾ കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഡബിൾ കമ്പാർട്ട്മെന്റിൽ ഒരെണ്ണം റൈറ്റ് ആൻഡ് ഒരെണ്ണം ലെഫ്റ്റിലേക്കാണ് സിബ് പോകുന്നത്. ദാ 2 കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ കമ്പാർട്ട്മെന്റ് തിരിച്ചേക്കുന്നതെല്ലാം ഡബിൾ ലൈനിങ് പീസ് വെച്ചിട്ട് തന്നെ, അതായത് ഇവിടെ നിന്നും ഇപ്പുറത്തു നിന്നും അതായത് 2 സൈഡിൽ നിന്നും റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ലൈനിങ് പീസ് പറഞ്ഞാൽ ഒരു പോർഷൻ അല്ല, 2 ലൈനിങ് പീസ് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചേക്കുന്നത്. എല്ലാം ഡബിൾ ട്രിപ്പിൾ സ്റ്റിച്ച് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളില് ഒരു ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ് വേറെയും ഉണ്ട് കേട്ടോ. ഒരു വലിയ കമ്പാർട്ട്മെന്റ് വേറെ നമ്മൾ വരുന്നുണ്ട്. അതും ഈ ബാഗിന്റെ അത്രയും വലിപ്പത്തിൽ തന്നെയുള്ള കമ്പാർട്ട്മെന്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതെന്തായാലും എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ബാഗ് ആയിരിക്കും. വാഷബിൾ ആണ്, വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാര് ഞങ്ങളുടെ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ വീണ്ടും പുതിയ ഡിസൈൻസ് ആയിട്ട് നമുക്ക് കാണാം.